ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ ബ്യൂട്ടി ടിപ്പൊന്നും ഇല്ല കേട്ടോ. സൊപ്പൊന്നും ബ്യൂട്ടി ടിപ്പായിട്ടൊന്നും അല്ല വന്നിരിക്കുന്നത്. കുറച്ച് കൂട്ടർ ഞങ്ങളെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൊട്ടേഷൻ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു, ഇവരെ തുരത്തി ഓടിക്കാൻ കേട്ടോ. അത്ര കുളത്തിലല്ല, നമുക്കിവിടെ ജീവിക്കണ്ടേ? നിങ്ങൾ പറ, ഞങ്ങൾക്കിവിടെ ജീവിക്കണ്ടേ? ഉള്ള സ്ഥലത്ത് ഉള്ള വീട്ടിൽ ഞങ്ങൾക്കിവിടെ കഴിഞ്ഞു കൂടണ്ടേ? ഇങ്ങനെ പോയാൽ ഞങ്ങളൊക്കെ എങ്ങോട്ട് പോകും? ഒരു വല്ലാത്ത തലവേദനയാണ് കേട്ടോ ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ ഇവിടെ. അതൊക്കെ ഒന്ന് കാണാം. അതൊക്കെയാണ് നമ്മൾ വീഡിയോ എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. നിങ്ങളും കൂടെ ഒന്ന് അറിയണം ഞങ്ങളുടെയൊക്കെ അവസ്ഥകൾ കേട്ടോ. ഞങ്ങളൊക്കെ എങ്ങനെ ജീവിക്കും? ഞാനിവിടെ ഇരുന്ന് പറയേ, നമുക്ക് കൊട്ടേഷൻ കൊടുക്കാവുന്നേ. ഇവർക്കെതിരെ വേറെ ആരെങ്കിലും ഒക്കെ നമുക്ക് ഇറക്കി കൊട്ടേഷനൊക്കെ കൊടുത്ത് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ കൊടുത്ത് മറ്റവരെ ഓടിക്കാമെന്ന് വിചാരിക്കുക കേട്ടോ. അതൊക്കെ ഭയങ്കര ശല്യം കേട്ടോ. അതൊക്കെ നമ്മുടെ വീഡിയോയ്ക്കകത്തുകൊണ്ട് ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. അതൊക്കെയാണ് കേട്ടോ ഇന്ന് സുപ്പുവിൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ. ഇന്ന് നമ്മൾ ബ്യൂട്ടി ടിപ്പ് എന്നും ഒരുങ്ങി ഞാനങ്ങ് മദാമയൊക്കെ ആയി പോകുന്നതാണ് എൻ്റെ ഇപ്പോൾ സംശയം. മുടി കറപ്പിച്ചും ഒക്കെ നമ്മളൊക്കെ ഒരു പരുവായി. എവിടെ പോവാ? ഇതിപ്പം യുദ്ധവും തുടങ്ങി. ഇങ്ങനിപ്പോൾ ഒരുങ്ങിച്ചമഞ്ഞൊക്കെ ഇരിക്കുമോ നമ്മളൊക്കെ? ഭയങ്കര യുദ്ധവും തുടങ്ങി. എനിക്കധികം സത്യം പറയാം, യുദ്ധമൊന്നും അടിയെന്നും പിടിയെന്നും ഒക്കെ പറയുന്നത് എനിക്ക് പേടിയാണ്. ഞാനിവിടെ നിന്ന് പറയുമോ വല്ല കട്ടലിൻ്റെ കീഴത്ത് കയറിയിരിക്കാൻ യുദ്ധമൊക്കെ വരുന്നു എന്നല്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര പേടി കേട്ടോ. ഈ അടിപിടി ഇതൊക്കെ ഭയങ്കര പേടിയുള്ള കാര്യത്തിലാണ്. സത്യം പറഞ്ഞ് ഈ ശരീരം ഇത്ര വലുതാണെങ്കിൽ എൻ്റെ മനസ്സ് കൊച്ചു പിള്ളേർക്ക് ഇതിലും ധൈര്യം ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. എവിടെയെങ്കിലും ഒരു അടി നടക്കാം, ഞാൻ അപ്പോഴേ അവിടെ നിന്ന് സ്ഥലക്കാരിയാക്കും. എനിക്ക് പേടിയാണ്. എന്നിട്ട് ഇവിടെയൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഉത്സവമൊക്കെ നടക്കുമ്പോൾ മോനോ പപ്പയോ കാണാൻ പോകുമ്പോൾ ഞാൻ പറയും, അടിയൊക്കെ അവിടെ കാണും കേട്ടോ, അവിടെ നിന്ന് ചെന്ന് നിൽക്കല്ലോ, ഇനി പോന്നോണം കേട്ടോ. അത്രയ്ക്ക് എനിക്ക് പേടി കേട്ടോ. സത്യം എനിക്ക് ഭയങ്കര പേടി. ചിലരെന്നാൽ അടി ഉണ്ടാക്കാൻ മിടുക്കന്മാരും കേട്ടോ ചിലർ. അങ്ങനെ അടിക്കുന്നൊക്കെ പറഞ്ഞു ഓരോരുത്തർ ഉത്സാഹപ്പെടുത്തും. പക്ഷെ നമ്മളൊന്നും അങ്ങനെ ചെയ്യത്തില്ല കേട്ടോ. അടി എങ്ങനെയും അടക്കാൻ ശ്രമിക്കുന്നവരാണ് ഈ സൂപ്പ് കേട്ടോ. അതൊക്കെ പോട്ടെ. നമ്മുടെ യുദ്ധം എൻ്റെ പൊന്നെ എനിക്ക് അറിയത്തില്ല കേട്ടോ. യുദ്ധമൊക്കെ അങ്ങ് പോവട്ടെ. തമ്മി എല്ലാവരും കൊന്നും കൊലവിളി നടത്തിയൊക്കെ ഒത്തിരിയൊക്കെ പേരങ്ങ് മരിച്ച് വീഴുമായിരിക്കും അല്ലേ? ഒന്നും അറിയാൻ വയ്യ. മനുഷ്യനെ തന്നെ അങ്ങ് വെട്ടിക്കൊല്ലുമോ? എന്താ ചെയ്യാനാന്ന് പറയാം. ഇതൊക്കെ എങ്ങോട്ട് പോവാ ഈ ലോകം? എങ്ങോട്ട് പോവാ നിങ്ങൾ പറ. കമൻറ്റിൽ കൂടിയൊക്കെ അറിയിക്കണം ലോകം എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഒന്നും അറിയാൻ വയ്യ കേട്ടോ. അങ്ങനെയൊക്കെ അങ്ങ് പോകട്ടെ. അങ്ങനെയൊക്കെ ഓരോ ദിവസം നമുക്ക് തട്ടിയും മുട്ടിയും അങ്ങ് പോകാമല്ലേ? ഓരോ ദിവസം തട്ടിയും മുട്ടിയൊക്കെ തന്നെ നമ്മളങ്ങ് ജീവിച്ച് പോകുമല്ലേ? പരാതിയും പരിഭവവും ഒന്നുമില്ലാതെ നമ്മളൊക്കെ അങ്ങ് ജീവിച്ച് പോകുമല്ലേ? ആരോടാണ് നമ്മൾ പരാതിയും പരിഭവവും ഒക്കെ പറയുന്നത്? ആരോട് പറയാനാ? മേളിലൊരാൾ ഇതെല്ലാം കാണുന്നുണ്ട്. പുള്ളി വിചാരിക്കുന്നത് പോലൊക്കെ കാര്യങ്ങൾ നടക്കുമല്ലേ? അപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലൊന്നും അല്ല കാര്യങ്ങൾ. പുള്ളി അവിടെ ഇരുന്ന് കൺട്രോൾ ചെയ്യും. അതുപോലെയൊക്കെ നമ്മളിവിടെ ചെയ്ത് കൂട്ടും കേട്ടോ. നമ്മൾ പോലും അറിയാതെ അതൊക്കെ നമ്മളങ്ങ് സ്വയം അറിയാതെ നമ്മളങ്ങ് കൺട്രോൾ ചെയ്യും. പുള്ളിക്കാരൻ്റെ കയ്യിലാണ് ഇതിൻ്റെ ചരട്. അത് നമ്മളിവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നു എന്ന് മാത്രം കേട്ടോ. അതുപോലെയൊക്കെ നടക്കട്ടെ. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അമ്മമാർക്കൊക്കെ സുപ്പുവിൻ്റെ വക നമസ്കാരം ഉണ്ട് കേട്ടോ. എന്നെ കാണുന്ന അമ്മമാരത്തിന് പേര് കാണില്ല. എല്ലാവർക്കും സുപ്പുവിൻ്റെ വക നമസ്കാരം. ഇവിടെ 2 അമ്മമാരുണ്ട് നമുക്ക് കേട്ടോ. ഞാനെപ്പോഴും ഇങ്ങനെ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സരസ്വമ്മ എൻ്റെ അമ്മയും കേട്ടോ. സരസ്വതി തീരെ വയ്യ കേട്ടോ. തീരെ ഷോട്ടിൽ 2 അമ്മമാരെ എഴുന്നിട്ടിട്ടുണ്ട് കേട്ടോ. 2 അമ്മമാരും. നമ്മളൊക്കെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ആകുമ്പോഴാണ് അവരൊക്കെ നമ്മളെ എന്തുമാത്രം കഷ്ടപ്പെട്ട് വളർത്തിയെന്ന് നമുക്ക് ഓർമ്മ വരും. ചിലർ ഓർക്കത്തൊന്നുമില്ല പിള്ളേരെ. അവരങ്ങ് തന്നെ വളർന്നെന്നാണ് അവർ പറയുന്നത്. അവരെ വളർത്തിയതല്ലെന്നാണ് പറയുന്നത്. അവർ തന്നെ അങ്ങ് വളർന്നെന്നാണ് പറയുന്നത്. അതൊക്കെ ഒരു പ്രായമാകുമ്പോൾ മക്കളെയും കൊണ്ട് പറയിപ്പിക്കുന്നതാട്ടോ.
അവർ തന്നെ അങ്ങ് വളർന്നു പോട്ടെ കേട്ടോ, നമ്മളങ്ങ് വളർത്തി വിടുകയാണ്. അപ്പോഴും കഥയും പറഞ്ഞിരുന്നാൽ മതിയോ, നമ്മുടെ വീഡിയോയൊക്കെ കാണണ്ടേ, ആ വന്നവരാരൊക്കെയാണ്, എന്തൊക്കെ ചെയ്ത് കൂട്ടിയിട്ടാണ് പോയതെന്നൊക്കെ അറിയണ്ടേ, ആർക്കെതിരെയാണ് ഞാൻ കൊട്ടേഷൻ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞതെന്ന് അറിയണ്ടേ. അപ്പോഴും നമുക്ക് ആ വീഡിയോ ഒക്കെ കാണാം. കുഞ്ഞു വീഡിയോ ആണ്, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഞാൻ വിചാരിച്ചു എന്നും നമ്മൾ ബ്യൂട്ടി ടിപ്പൊക്കെ അല്ലേ ചെയ്യുന്നത്, നിങ്ങൾക്ക് എൻ്റെ വീട് എടുത്തിട്ടില്ല കേട്ടോ. വീടൊക്കെ എപ്പോഴും സൂപ്പ് കൂടി ഇരിക്കുന്നത് തന്നെയാണ്. നേരത്തെയൊക്കെ വീടൊക്കെ എടുക്കുമായിരുന്നു. ഇപ്പം പിന്നെ നമ്മൾ ബ്യൂട്ടി ടിപ്പ് ആയതുകൊണ്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാണിക്കുന്നു. അപ്പോഴേ വീടും നമ്മുടെ സ്ഥലമൊക്കെ ഒന്ന് കാണാം, കണ്ടിട്ട് വരാം കേട്ടോ. എന്തായാലും ഇവിടെ ഈ ഏരിയ സത്യം പറയാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. ഞങ്ങൾ ഒരു വഴക്കും ബഹളവും അടിയും പിടിയും ഒന്നുമില്ലാത്തൊരു ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഈ സുപ്പൂനെ പറഞ്ഞയച്ചേക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ ഈ സ്ഥലം എല്ലാ അയൽവാസികളും നല്ലവരായ നാട്ടുകാരും നല്ലവരായ പഞ്ചായത്തുകാരും ഒക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കണ്ടിട്ട് വരാം നമ്മുടെ വീഡിയോ. ഒത്തിരിയൊന്നുമില്ല കേട്ടോ, കുഞ്ഞു വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്. സുപ്പു അങ്ങോട്ടേക്കും വരും കേട്ടോ, കൂട്ടാവും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാം കേട്ടോ. അപ്പോഴും കൂട്ടുകാരെ, പന്നിയാണെങ്കിൽ നമ്മുടെ കൃഷിയെല്ലാം നാശം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. സരസു ഇഞ്ചി നട്ടതാണ്. ഇഞ്ചിയൊന്നും ഞങ്ങൾ നോക്കിയിട്ട് കാണുന്നില്ല. എന്താണ് സംഭവം എന്നറിയാമോ? പന്നിക്കുട്ടന്മാർ ഇത് നമ്മൾ ഇതിനകത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനകത്തൊക്കെ ഇഞ്ചി ഉണ്ടായിരുന്നേ. അതെല്ലാം ഇവന്മാരടിച്ചു മാറ്റിക്കൊണ്ട് പോയി. പന്നി ഇഞ്ചി കഴിക്കത്തില്ലെന്നൊക്കെ എല്ലാവരും പറയുന്നത്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ പന്നികൾ ഇഞ്ചി വരെ പൊക്കിക്കൊണ്ട് കേട്ടോ. അത്രയും ആ നാമ്പ് വന്നതെല്ലാം ഇവിടുത്തെ എല്ലാം പറക്കിക്കൊണ്ട് പോയി. പിന്നെ ഉണ്ടല്ലോ, ചേമ്പ് നട്ടിരുന്നേ. ചേമ്പ് നട്ടതെല്ലാം അവന്മാർക്ക് തിന്നാൻ വയ്യാത്തതിന് നമ്മൾ നട്ടതിനകത്തുനിന്ന് ഇവന്മാരെല്ലാം തോണ്ടി പറിച്ച് വെളിയിലാക്കിയിട്ടിരുന്നു. പിന്നെ ചേന മാന്തിയില്ല കേട്ടോ. ഈ ചേനയൊന്നും തിന്നത്തില്ലെന്ന് തോന്നുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ ആ മുള വരുമ്പോഴേ കുത്തിയെടുത്ത് കളയുമാരെ. അതുകൊണ്ട് അതൊന്നും ചെയ്തില്ല കേട്ടോ. പക്ഷേ ചേമ്പൊക്കെ അവന്മാർ വെളിയിലെടുത്തിട്ടിരുന്നു. നട്ട ചേമ്പ് ഇഞ്ചിയെല്ലാം വലിച്ചു പറിച്ചുകൊണ്ട് പോയി കേട്ടോ. ഭയങ്കര നാശം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പുറത്തെ ഏത്തവാഴ 3-4 മൂട് തകർത്ത് കളഞ്ഞു. ഞാൻ കാണിക്കാം കേട്ടോ. അയ്യോ, ഇല്ല ആനകൾ വന്ന് ചവിട്ടി മെതിക്കത്തില്ല, അതുമാതിരി ആണ് ഈ പന്നികൾ ചെയ്യുന്നത് കേട്ടോ. 3-4 മൂട് ഏത്തവാഴ പോയി. ഞങ്ങൾ വിചാരിച്ചു ഈ ചക്കയൊക്കെ പോകുന്നു കേട്ടോ. ചക്ക അടിച്ച് മാറ്റിക്കൊണ്ടുപോയില്ല. എന്തായാലും ചക്ക താഴെ കിടപ്പുണ്ട് കേട്ടോ. 2 ചക്ക താഴെ കിടപ്പുണ്ട്. പക്ഷേ അതെന്തായാലും അവന്മാർ തൊട്ടില്ല. പിന്നെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ ചക്ക ഇങ്ങനെ താഴെ, ചെറിയ പ്ലാവായതുകൊണ്ട് താഴെ കിടക്കുന്നത് കൊണ്ട് എന്തായാലും ചക്ക തൊട്ടില്ല കേട്ടോ. 2 ചക്ക താഴെ കിടപ്പുണ്ട്. പിന്നെ വാഴ ഞാൻ കാണിക്കാം കേട്ടോ. വാഴയൊക്കെ വാഴ താണ്ട ഒരെണ്ണം കേട്ടോ. കണ്ടോ? കേട്ടോ അല്ല, കണ്ടോ? പിന്നെ അങ്ങ് കിടപ്പുണ്ടേ. അങ്ങത്തെ 5 മൂട് ഏത്തവാഴ പന്നലാക്കി കളഞ്ഞു. ഇതൊന്നും തൊട്ടില്ല. ഇതൊക്കെ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, മൂട് മൊത്തം മാന്തി തുറന്ന് വെച്ചേക്കുന്നു കേട്ടോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെ മൂടെല്ലാം മാന്തി വെച്ചേക്കുകയാണ്. അപ്പോഴും നിങ്ങൾക്ക് ഈ സംഭവം അറിയാമോ? നമ്മൾ പണ്ടൊക്കെ ഞൊട്ടയെന്നങ്ങോട്ട് പറയും. പക്ഷേ ഇപ്പോഴ് ഇതൊക്കെ എല്ലാവരും ഇത് കഴിക്കും. ഇത് പഴുത്ത് വരുമ്പം നല്ലതാണെന്ന് കഴിക്കും. പക്ഷേ ഞാനിതിവിടെ നിർത്തിയേക്കുകയാണ് പഴുക്കുമ്പം കഴിക്കാൻ കേട്ടോ. ഇത് കഴിക്കാമെന്ന് പറയുന്നു. പഴുക്കുമ്പം നമുക്ക് കഴിക്കാം കേട്ടോ. കഴിക്കുമ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് അങ്ങനെ പന്നികൾ നാശം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നും രാത്രി പാതിരാത്രിക്ക് വരും കേട്ടോ. കണ്ടോ, വാഴയെല്ലാം തകർത്ത് മറിച്ചിട്ടേക്കുന്ന കണ്ടോ. ഇതാണ് പന്നിയുടെ വേല. 1, 2, 3-4 മൂട് ഇവിടുത്തെ എല്ലാം പോയി കേട്ടോ. ഇവിടുത്തെ വാഴയെല്ലാം തകർത്ത് വാരി ചവിട്ടി മെതിച്ചിട്ട് പോയി. അവന്മാർ കുത്തി എടുത്ത് എന്തോ ഇതിനകത്ത് സാധനം തിന്നിട്ട് പോയി. കണ്ടോ, എൻ്റെ അണ്ണൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത്, സ്കൂളിലൊക്കെ പണ്ടൊക്കെ, ഇപ്പോഴും ഉണ്ടെന്ന് തോന്നേ, ഈ വൃക്ഷത്തൈ കൊടുക്കാറുണ്ടല്ലോ. അപ്പോഴങ്ങനെ നമ്മുടെ അണ്ണന് കിട്ടിയ
ഒരു തേക്കിൻ്റെ തൈയാട്ടോ. ഞാനിതിങ്ങനെ നോക്കിയിരിക്കും, ഇത് വളർന്നോന്ന് എപ്പോഴും വന്ന് അളവൊക്കെ എടുക്കാറുണ്ട് ഞാൻ കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കും, ഇത് വിളഞ്ഞതാണോ, നമുക്ക് മുറിക്കാറായോ എന്നൊക്കെ വന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ സുപ്പു നട്ട ഒരു തേക്ക് കാണിക്കാം കേട്ടോ. ഇത് നമ്മൾ അണ്ണൻ നട്ടതാണ് കേട്ടോ. ഒത്തിരി ഉണ്ടായിരുന്നേ, അതൊക്കെ നമ്മൾ കൊടുത്ത് വലിയ തടിയായിരുന്നേ. ഈ കൂട്ടത്തിൽ നട്ടത് വലിയ തടികളായി. നമുക്ക് അന്ന് എത്രയോ വർഷം 2002 നമ്മൾ കൊടുത്തപ്പോൾ 30,000 രൂപയൊക്കെ നമുക്ക് ആ തേക്കിൻ്റെ തടിക്ക് കിട്ടി കേട്ടോ. 30 60 കേട്ടോ. നല്ല വില കിട്ടിയായിരുന്നു. അതൊക്കെ നമ്മൾ മുറിച്ച് കളഞ്ഞു കേട്ടോ. ഇനി ഇത് മാത്രമുണ്ട് വലുത്. ഇത് ചൂടത്തായതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സുപ്പ് നട്ട ഒരു തേക്കിൻ തൈ കാണിക്കാം കേട്ടോ. അപ്പോഴല്ല ഞാനും ഇവിടെ വന്ന് തേക്കിൻ തൈയൊക്കെ നട്ടെന്ന് എനിക്ക് തോന്നുന്നു ഗമയൊക്കെ പറയാമല്ലോ അല്ലേ. വേണ്ട, ഇതാണ് നിങ്ങളുടെ സുപ്പ് നട്ട തേക്കിൻ തൈ. ദേ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത് ദാണ്ടിത് ഞാൻ എന്നും വന്ന് നോക്കാം കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ നട്ടതായതുകൊണ്ട് ഞാൻ ഇന്നും വന്ന് നോക്കാറുണ്ട് കേട്ടോ. വണ്ണം ഇത്രയേ ഉള്ളൂ കണ്ടോ. നീളമുണ്ട്, എന്നെക്കാട്ടിലും നീളമായി കേട്ടോ. കണ്ടോ, പക്ഷെ കനവില്ല. അത് ചൂടത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒരു ഗമയൊക്കെ അടിക്കാൻ ഞാനും വന്ന് ഇവിടെ തേക്കു നട്ടു എന്ന് കേട്ടോ. അവിടെ അയ്യോ എല്ലാം തൂത്ത് വൃത്തിയാക്കി. ഇനിയിപ്പം മഴയല്ലേ, മഴയായതുകൊണ്ട് നമ്മളെല്ലാം ഇവിടങ്ങളിലെല്ലാവരും ഇതൊക്കെ വൃത്തിയാക്കാറുണ്ട് കേട്ടോ. എന്താ കരിയിലയും ചപ്പും ചവറുകളും എല്ലാം എല്ലാം എടുത്ത് കളയും. അപ്പോഴെല്ലാം വൃത്തിയാക്കി നമ്മുടെ എല്ലാം വൃത്തിയാക്കി കേട്ടോ. ഈ പ്ലാവിൻ്റെ മൂട് മൊത്തം ചക്കയാക്കി തന്നിട്ടുണ്ട്. എന്തൊരു മിടുക്കനാന്ന് പറഞ്ഞാൽ നമ്മളാണെ പ്ലാവിൻ്റെ മണ്ടയിൽ നിന്ന് ചക്ക മൊത്തം വലിച്ച് തറയിട്ട് എന്നിട്ട് പറയുകയാണെ ഓരോ ദിവസം ഓരോന്ന് വേവിക്കാൻ. ഇത് കൂഴച്ചക്ക കേട്ടോ. ഇത് കൂഴച്ചക്ക നമുക്ക് ഇട്ടേക്കാനൊക്കത്തില്ലല്ലോ, ഇതങ്ങ് പെട്ടെന്ന് പഴുത്തു. ഭയങ്കര ബുദ്ധിമാനാണ്. പറയുക ഓരോ ദിവസം ഓരോ ചക്ക അങ്ങ് വേവിച്ചാൽ മതി കേട്ടോ. അന്നേരം അങ്ങ് എളുപ്പം തീരും. ആളിനുണ്ടോ ഇത് കൂഴയാണ് പരിക്കുകയാണെന്ന് അറിയത്തതും ഇല്ല കേട്ടോ. എൻ്റെ പൊന്നെ, എന്തായാലും നമ്മുടെ സരസ് ഒന്നും മിണ്ടിയില്ല. എന്ന് വെച്ചാൽ മോനായതുകൊണ്ട് ഒന്നും മിണ്ടിയില്ല. ഈ പാവം സുപ്പു ആയിരുന്നെങ്കിൽ എന്തെല്ലാം പറഞ്ഞേന്. അവൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. അങ്ങനെയാണോ നിങ്ങളുടെ അമ്മായിമ്മമാർ? നമ്മുടെ സരസ് ഒന്നും പറയത്തില്ല. ആ പോട്ട് കൊച്ചേന്ന് പറയും കേട്ടോ. പാവം നമ്മുടെ സരസ്. നമുക്കേ ഇവിടെ റോഡിലൊരു ഓമ കിളിച്ചതാട്ടോ. എനിക്കറിയത്തില്ല എങ്ങനെ കിളിച്ചാന്നൊന്നും. ഞാനിവിടെ തൂത്തുവാരി ഇവിടെ കൊണ്ട് ഇടാറുണ്ട്. അങ്ങനെ എന്നാലും എനിക്കറിയത്തില്ല കേട്ടോ ഇതെങ്ങനെ വന്നു നമ്മുടെ ഈ ഓമ ഇവിടെ വന്ന് കിളിച്ചത്. നിറച്ച് നമുക്ക് ഓമയ്ക്ക ആയിട്ടുണ്ട് കേട്ടോ. ആർക്ക് വേണമെങ്കിലും എടുക്കാം കേട്ടോ, റോഡിലല്ലേ. അതുകൊണ്ട് ആരെടുത്താലും ഒരു പ്രശ്നവും ഇല്ല. എന്നാലും ഈ സുപ്പനോടൊന്ന് ചോദിച്ചട്ടെ, കൊണ്ടുപോകാമോ നിങ്ങൾ കേട്ടോ. എന്ന് വെച്ചാൽ ഞാനിങ്ങനെ നോക്കി ഇവൻ വളരുന്നോ എന്ന് നോക്കി ഞാനിവിടെ ഇരിക്കുമല്ലേ. അപ്പോൾ ഈ സുപ്പനോട് ചോദിക്കാതെ കൊണ്ടുപോകുന്നേ ശരിയാണോ? നിറച്ചും ആയി കേട്ടോ ഓമയ്ക്ക നമ്മുടെ ഈ റോഡിൽ. താമരത്തെറ്റി കണ്ടിട്ടുണ്ടോ? താമരപ്പൂവിൻ്റെ മാതിരിയുള്ള തെറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാം കൂടെ വന്നേ കണ്ടോ, താമരത്തെറ്റി. അതുമാതിരി ഇരിക്കും കേട്ടോ. താമര മാതിരി ഇരിക്കുന്ന തെറ്റി സുപ്പുവിൻ്റെ വീട്ടിലുണ്ടേ. അപ്പോൾ താമരത്തെറ്റി സുപ്പുവിൻ്റെ വീട്ടിലുണ്ട്. വേണ്ടവരൊക്കെ ഓടിവായോ. താമരത്തെറ്റി നമ്മുടെ ചിന്നും മിന്നും പൊന്നും ഒക്കെ അവിടെ ഇരിക്കുന്ന കണ്ടോ. എല്ലാവരും അവിടെ നിരന്നിരിക്കുകയാണ് കണ്ടോ. അപ്പോൾ നമ്മുടെ തെറ്റിപ്പൂ ഇതാണ് താമരത്തെറ്റി. നിറച്ച് ഞാനിവിടെ ശംഖുപുഷ്പം ഇങ്ങനെ പടർത്തു കേട്ടോ. നമ്മുടെ ഈ ചെടിയുണ്ടല്ലോ, ഇതിൻ്റെ പേരെന്താ എനിക്കറിയത്തില്ല, എൻ്റെ പേരെന്താന്നേ. അതിനകത്തെല്ലാം ഞാൻ ശംഖുപുഷ്പം, നമ്മുടെ അടുക്ക് ശംഖുപുഷ്പം 6 തട്ടിൻ്റെ ശംഖുപുഷ്പം പടർത്തി എല്ലായിടത്തും ഉണ്ടാക്കി പടർത്തി വിട്ടേക്കും കേട്ടോ. വേണ്ട ശംഖുപുഷ്പം എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്താ കളർ ഇതിൻ്റെ അല്ലേ, ശംഖുപുഷ്പത്തിൻ്റെ കളർ സൂപ്പറാണ്. എൻ്റെ ജറവറ മൊത്തം പൂത്തല്ലോ കണ്ടോ. ഒത്തിരി പൂവുണ്ട് ജറവറയ്ക്കകത്ത്. ഇതേ പൂത്ത് വന്നിരിക്കുന്നു. കളർ ഏതൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ മൊട്ട് കണ്ടിട്ട് നല്ല കളർ തോന്നിക്കുന്നു.
നല്ല ചുമന്ന കളറാണെന്ന് തോന്നുന്നു കേട്ടോ. മൊട്ട് കണ്ടിട്ട് എനിക്കറിയത്തില്ല ഈ കളർ തന്നെയാണോ എന്തോ, ഒന്നും അറിയാൻ വയ്യ. ഈ കളറും എനിക്കിഷ്ടം കേട്ടോ.